ദീർഘകാലത്തേക്ക് മികച്ച റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള 10 സ്റ്റോക്കുകളിൽ 6 കഴിഞ്ഞ 3 വീഡിയോസുകളിലായി നമ്മൾ വിശദമായി മനസ്സിലാക്കി. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോസിന്റെ പ്ലേലിസ്റ്റ് ഇവിടെ ഐ ബട്ടണിലും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും കാണാവുന്നതാണ്. ബാക്കിയുള്ള 4 സ്റ്റോക്കുകൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. മൈ നെയിം ഈസ് രാജേഷ്. വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലീഡിംഗ് തോട്ട്സ്. ദീർഘകാലത്തേക്കുള്ള മികച്ച സ്റ്റോക്കുകളിൽ 7ാമത്തെ സ്റ്റോക്കായി നമ്മൾ പരിചയപ്പെടുന്നത് ടൈറ്റാൻ. നമുക്ക് ഏറ്റവും പരിചയം ഒരു വാച്ച് ബ്രാൻഡ് എന്ന നിലക്കായിരിക്കാം. എന്നാൽ ടൈറ്റാൻ, സൊനാറ്റ, ഫാസ്ട്രാക്ക് എന്നീ ബ്രാൻഡുകളുള്ള വാച്ചുകൾക്ക് പുറമെ തനിഷ്ക് എന്ന ബ്രാൻഡിൽ ഗോൾഡും, മിയ എന്ന ബ്രാൻഡിൽ വജ്രാഭരണങ്ങളും, തനേരിയ എന്ന ബ്രാൻഡിൽ വസ്ത്രങ്ങളും, സ്കിൻ എന്ന ബ്രാൻഡിൽ പെർഫ്യൂംസും, ടൈറ്റാൻ I+ എന്ന പേരിൽ ഗ്ലാസസും എന്നുവേണ്ട മാസ്ക് വരെ പുറത്തിറക്കുന്നുണ്ട്. മികച്ച ഡിവിഡൻഡ് നൽകുന്ന കമ്പനി കൂടിയായ ടൈറ്റാൻ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ 32% CAGR വളർച്ചയാണ് നിക്ഷേപകന് നൽകിയത്. അതായത് 2010 ജാനുവരിയിൽ 71 രൂപയുണ്ടായിരുന്ന ടൈറ്റാൻ്റെ വാല്യൂ 2020 ജാനുവരിയിൽ 1140 രൂപയായി ഉയർന്നു. ജ്വല്ലറി സെക്ടറിലുള്ള ടൈറ്റാൻ മാർക്കറ്റ് ക്യാപിറ്റൽ നോക്കിയാൽ ആ സെക്ടറിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. മാർക്കറ്റ് എക്സ്പെർട്ടായ രാകേഷ് ജുൻജൻവാല 5%-ലേറെ ഷെയറുകൾ സ്വന്തമാക്കിയ ടൈറ്റാൻ ദീർഘകാലത്തേക്ക് മികച്ച സ്റ്റോക്ക് ആയിരിക്കുമെന്ന് എക്സ്പെർട്ടേഴ്സ് പറയുന്നു. കെമിക്കൽ സെക്ടറിലുള്ള പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ് 8ാമത്തെ സ്റ്റോക്ക്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാൽ ഫെവിക്കോൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവരായി ആരുമുണ്ടാവില്ല. നമുക്ക് ചുറ്റുമുള്ള ഇത്തരം കമ്പനികൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ നൽകിയ റിട്ടേൺ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഇത് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ 2011 മുതൽ 2020 വരെയുള്ള ഷെയർ പ്രൈസിൻ്റെ വർധനവാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 30% CAGR ആണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് നിക്ഷേപകന് നൽകിയത്. അതായത് 2010 1 ലക്ഷം രൂപ 2020 15 ലക്ഷം രൂപയായി വർദ്ധിച്ച പോലെ. കമ്പനി നൽകിയ ഡിവിഡൻഡ് ഇതിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. ഡോക്ടർ ഫിക്സിറ്റ്, ഫാബ്രിക് ഗ്ലൂ, ഫെവിസ്റ്റിക്, ഫെവിക്വിക്, പുട്ടി, വിവിധ തരം ഫാബ്രിക് ഗ്ലൂസ്, ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള പലതരം പ്രോഡക്ട്സ്, WD-40, ടെർമിനേറ്റ്, സ്റ്റീൽ ഗ്രിപ്പ് എന്നിങ്ങനെ 1250 പരം ഉൽപ്പന്ന നിര തന്നെ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിനുണ്ട്. 40 പരം രാജ്യങ്ങളിൽ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിന് സ്വാധീനമുണ്ട്. മികച്ച ROE, ROCE എന്നിവയുള്ള പിഡിലൈറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ് എന്നതിന് പുറമെ മികച്ച ഡിവിഡൻഡ് നൽകുന്ന കമ്പനി കൂടിയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 30% CAGR നൽകിയ പിഡിലൈറ്റ് ഇനിയുള്ള വർഷങ്ങളിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തിയേക്കാം. പിഡിലൈറ്റിന് ശേഷം ദീർഘകാലത്തേക്ക് മികച്ച റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള സ്റ്റോക്കായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിലവിൽ 214ഓളം സ്റ്റോറുകളുള്ള 100% കൂടുതൽ IPOയിൽ ലിസ്റ്റിംഗ് ഗെയിൻ നൽകിയ, ലിസ്റ്റ് ചെയ്ത ശേഷം കഴിഞ്ഞ 3 വർഷം 50% CAGR നൽകിയ, അതായത് 3 വർഷം കൊണ്ട് 237% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. അത് മറ്റൊന്നുമല്ല d-mart. 2000 ശ്രീ രാധാകൃഷ്ണൻ ദമാനി ഒരു ഷോറൂമായി മഹാരാഷ്ട്രയിൽ സ്റ്റാർട്ട് ചെയ്ത d-martന് ഇന്ന് 11 സംസ്ഥാനങ്ങളിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലും സ്വാധീനമുണ്ട്. ഈ ഒരു ചിത്രത്തിൽ നിന്ന് d-martന്റെ വളർച്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം d-martന് ഔട്ട്ലെറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമുക്കൊരു പക്ഷേ d-mart പരിചയമില്ലാത്തത്. സ്വന്തം സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുക എന്ന ശൈലി ഭാവിയിലേക്ക് കമ്പനിയുടെ ആസ്തി കൂട്ടുന്നതിന് സഹായകമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. സോളാർ പാനൽ ഉപയോഗിച്ച് സ്ഥാപനത്തിലേക്ക് വേണ്ട വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന d-mart ചിലവ് ചുരുക്കൽ മാത്രമല്ല പരമ്പരാഗതമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകുന്നു. അവസാനത്തെ സ്റ്റോക്കായി നമ്മൾ പരിഗണിക്കുന്നത് ഈയിടെ IPOയിൽ വന്ന ഒരു IT കമ്പനിയാണ്. IPOയിൽ വന്ന ശേഷം സെക്കൻഡറി മാർക്കറ്റിൽ അത് ലിസ്റ്റ് ചെയ്ത് തന്നെ 125% റിട്ടേൺ നൽകിയാണ്. കമ്പനി ഏതാണെന്ന് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹാപ്പിയസ്റ്റ് മൈൻഡ്. കഴിഞ്ഞ കാലങ്ങളിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തിയ, മികച്ച പ്രൊമോട്ടർമാരുള്ള, മികച്ച മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള സ്ട്രോങ് ഫിനാൻസ് ആൻഡ് ഫണ്ടമെൻ്റൽ കമ്പനിയായ ഹാപ്പിയസ്റ്റ് മൈൻഡ് തീർച്ചയായും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മികച്ച സ്റ്റോക്ക് തന്നെയാണെന്ന് എക്സ്പെർട്ടേഴ്സ് പറയുന്നു. ദീർഘകാലത്തേക്ക് മികച്ച റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള 10 സ്റ്റോക്കുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ 10 സ്റ്റോക്കുകളും ദീർഘകാലത്തേക്ക് മികച്ച റിട്ടേൺ നൽകാൻ സാധ്യതയുണ്ടെന്ന് പല എക്സ്പെർട്ടേഴ്സും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും പല മാഗസിനുകളും വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ കൂടി ഒരു പഠനം നടത്തിയ ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. എന്തായാലും ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് ഒരു മികച്ച അസറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.